ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹണിമൂണിൻ്റെ പാർട്ട് 6 വീഡിയോ ആണിത്. ഞങ്ങൾ ഇന്നത്തെ ദിവസം പോയത് അടൽ ടണൽ കാണാനാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് കാണാം. ഞങ്ങൾ പോയത് മാർച്ച് മാസം ആയതുകൊണ്ട് അധികം നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങളിലൊന്നും അധികം മഞ്ഞുണ്ടായില്ല. മണാലി ടൗണിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. പക്ഷേ അടൽ ടണലിൻ്റെ അവിടേക്ക് പോകുമ്പോണ്ടല്ലോ, മഞ്ഞെന്ന് വെച്ചാൽ മഞ്ഞ് സ്നോ ഫോളിങ് ഉണ്ടായിരുന്നു. ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പുറത്തേക്ക് ഞങ്ങൾ സിസു പോകാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ നമുക്ക് അവിടെ ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ അങ്ങനെ അലൗ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ അടൽ ടണലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്നോയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഞങ്ങൾ ഓൾറെഡി മണാലി ടൗണിൽ നിന്ന് സ്നോന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. മീൻസ് അത് വെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സാധാ ഡ്രസ്സിലും ജാക്കറ്റിലൊന്നും അങ്ങനെ അധികം ഈ നനവാവില്ല. മഞ്ഞായി കഴിഞ്ഞുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നനവും കാര്യങ്ങളൊക്കെ ആവണത്. മഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എങ്കിലും ഹണിമൂണിൽ ഇങ്ങനെയൊക്കെ ഇത് എന്താ പറയുക, ഇതുപോലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെ ഒരു സംഭവം തന്നെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ നമ്മുടെ ഹണിമൂണിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ ഒരു പുള്ളി ഓൾറെഡി ഞാൻ മുമ്പ് പോയപ്പോൾ പരിചയപ്പെട്ട ഹരിദ്വാൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ടായി. പുള്ളിയുടെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അടൽ ടണലിലേക്ക് കയറുന്ന എൻട്രൻസ്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നമ്മളിവിടെ ജസ്റ്റ് തിരിച്ചു വരുന്ന വഴിക്കാണ് നിർത്തിയത്. ബാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബായ്.